ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിലുള്ള ഒരു സാമ്പാറാണ്. ഇതിൽ നമ്മൾ ടൊമാറ്റോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ടൊമാറ്റോ ഇല്ലാതെയും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റിലുള്ള സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അതും വളരെ ഈസിയായി നമുക്ക് കുക്കറിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോടെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എന്ന് കാണാം. അപ്പോൾ സാധാരണ സാമ്പാർ ചെയ്യാൻ കുറേ അധികം ജോലിയുണ്ട്. ഇത് നമ്മൾ എളുപ്പത്തിലുള്ള സാമ്പാറാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ മുഴുവനായും കാണുക. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിരാനായി വയ്ക്കാം. ഞാൻ ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള പുളിയാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുതിരാനായി വയ്ക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് കുതിരാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പച്ചക്കറികൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പരിപ്പിന് കുറച്ച് അതിന് ചേരുന്ന അളവിലുള്ള പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ഒരു കൈ നിറയെ ചെറിയ ഉള്ളി തോല് കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്. ഇപ്പോൾ ഇഞ്ചി എല്ലാവരും ചേർക്കില്ല സാമ്പാറിന്. ഇപ്പോൾ നമുക്ക് ഈ പരിപ്പിന് ചിലർക്കെങ്കിലും വയറിന് പ്രശ്നം ഉണ്ടാക്കും. അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഇഞ്ചി ചേർക്കുന്നത്. പിന്നെ വെള്ളരിക്ക, ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, ഒരു ക്യാരറ്റ്, കുറച്ച് ബീൻസ്, പിന്നെ ഒരു ചെറിയ 2-3 ഉരുളക്കിഴങ്ങ്. നല്ല വലുതാണെങ്കിൽ 2 എണ്ണം മതിയാകും. ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഞാനൊരു 3-4 എണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുതിരാനായി വെച്ച ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഈ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒന്നിച്ചാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം. പക്ഷേ വെണ്ടയ്ക്കയൊക്കെ ഈ കൂട്ടത്തിലിട്ടാൽ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും. വെണ്ടയ്ക്ക ഞാനിതിൽ ചേർക്കുന്നില്ല. പിന്നെ ഇഞ്ചിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, 2 പച്ചമുളകും, പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത്. അപ്പോൾ പച്ചക്കറികളും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുതിരാനായി വെച്ചിരിക്കുന്ന പുളിയും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ ആദ്യം കുറച്ചൊഴിക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇതിനെ ഒന്നുകൂടെ പിഴിഞ്ഞ് എടുത്തൊഴിക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പച്ചക്കറികൾ, പരിപ്പ്, പുളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ കുക്കറിൽ അടുപ്പത്ത് വെച്ചു. ഇനി അടപ്പടച്ചു കൊടുക്കാം. അപ്പോൾ ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചിടാം. ആദ്യം ഗ്യാസിൻ്റെ വലിയ ബേണറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെയിറ്റ് വെച്ചതിന് ശേഷം ചെറിയ ബേണറിലോട്ട് മാറ്റി. അപ്പോൾ ഒരു 3 വിസിലായി ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. രണ്ട് വറ്റൽമുളക്
പകുതി സവാള അരിഞ്ഞത് ചേർത്ത് വെക്കാം. നമുക്ക് കറിവേപ്പില ചേർക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചൂടിൽ ഇതിനെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട, പൊടികൾ കരിഞ്ഞു പോകും. ഒരല്പം കായപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി. ആദ്യം നമ്മൾ ചേർത്തിട്ടുണ്ട്. കുക്കറിൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കിയ ഈ പൊടികൾ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എരിവൊക്കെ നോക്കാം. എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവരവരുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം. ഉപ്പ് പുളിയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതുപോലെ തിക്നെസ്, ഇപ്പോൾ ഇത് കൂടുതൽ കട്ടിയും തോന്നിയാൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് തിളപ്പിക്കണം. പുളി നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്നതിൽ തന്നെ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച്, നേരത്തെ എടുത്തത് തന്നെയായിരുന്നു. അതിൽ നമ്മൾ നേരത്തെ കുറേ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് പുളിയൊക്കെ അവരവരുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം. പുളി, ഉപ്പ്, ഇനി ഒരു ചെറിയ പീസ് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായി ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം. പുളി ഞാനൊരല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുളി, ഉപ്പ് എല്ലാം തന്നെ പാകത്തിനുണ്ട്. എരിവ് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.